Hi dear students. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NOS 10th സ്റ്റുഡൻസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് സാധാരണയായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പോൾ എല്ലാവരും പ്രോബബിലിറ്റി പഠിച്ചു കാണും. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്, ചിലപ്പോൾ അത് 1 മാർക്കിനും അതുപോലെ തന്നെ 2-3 മാർക്കിനൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതാണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം അല്ലേ. അതായത് if A and B are mutually exclusive events such that P of A is equal to 0.5 and P of A union B is equal to 0.8. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P of B ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൽ 1 മാർക്കിനായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. അതിന് നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാനുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷനാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണാൻ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 P of Aയും തന്നിട്ടുണ്ട്, P of A union Bയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് P of B നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കാൻ്റെ കൂടെ ചെയ്തോളൂ. എങ്ങനെയാണ്? നമുക്ക് ആദ്യം ഇക്വേഷൻ അറിയണം അല്ലേ. സോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P of A union B is equal to P of A plus P of B ആണ്. ഇപ്പം 2 ഇവൻറ്റുകൾ, അതായത് എയും ബി എന്ന് പറയുന്നത് 2 ഇവൻറ്റുകളാണ്. ആ 2 ഇവൻറ്റുകൾ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകൾ ആണെങ്കിൽ അവ തമ്മിലുള്ള യൂണിയൻ, അതായത് A union B എന്ന് പറയുന്നത് എന്തായിരിക്കും? P of A plus P of B ആയിരിക്കും. അതാരും മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റുകളാണെങ്കിൽ അവ തമ്മിലുള്ള യൂണിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി, സാധ്യത നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഈ P of A എന്ന് പറയുന്നത് A കിട്ടാനുള്ള സാധ്യത, ദെൻ P of B എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് B കിട്ടാനുള്ള സാധ്യത. സോ നമുക്ക് ഇത് ഉപയോഗിച്ചത് കണ്ടുപിടിക്കാമല്ലോ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെ ചെയ്ത് വെക്കോ നിങ്ങൾ എന്തായാലും. അപ്പോൾ നമുക്കിവിടെ P of A union B തന്നിട്ടുണ്ട്. എന്താണ്? 0.8 ആണ്. സോ 0.8 is equal to P of A തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ് P of A? 0.5 ആണ്. 0.5 പ്ലസ് P of B. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of B ആണല്ലേ. അപ്പോൾ P of Bനെ അവിടെ നിർത്തുക. P of Bനെ അവിടെ നിർത്തിയിട്ട് ഈ 0.5 എന്ത് ചെയ്യുക? നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് 0.8ൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവിടെ എന്താവും? 0.8 ഇവിടെ പ്ലസ് ആണല്ലേ 0.5. സോ ഈക്വൽ ടുവിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ 0.8 മൈനസ് 0.5 ഇസ് ഈക്വൽ ടു P of B എന്ന് കിട്ടും. ദെൻ 0.8 നിന്ന് 0.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് ഉത്തരം കിട്ടും? 0.3 നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ 0.3 P of Bയുടെ വാല്യൂ എന്താണ്? 0.3 ആണ്. അപ്പോൾ 2 ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ P of A union B എന്ന് പറയുന്നത് എന്തായിരിക്കും? P of A plus P of B ആയിരിക്കും എന്ന് പഠിച്ചു. സോ അതിലേതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു. ഇതിപ്പോൾ P of B ആയിരുന്നു നമുക്ക് തരാത്തത് അല്ലേ. ചിലപ്പോൾ നമുക്ക് P of A തരാതിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്ത് P of A കണ്ടുപിടിക്കാം. ഇനി അഥവാ P of Aയും P of Bയും തന്നു, P of A union B കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സോ ഇതിന്ന് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. നമ്മുടെ 10th പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.